ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു എന്താ പറയുക, എൻ്റെ ഓൺ വോയിസിലൊരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ ലൈവ് പോരാറുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടാണ് പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ മോണിറ്റൈസായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള 14 മാസം ഞാൻ കാത്തിരുന്നിട്ട് കിട്ടിയതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. നിങ്ങളില്ലെങ്കിൽ നമുക്കിതൊന്നും ആകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലെ നമ്മൾ മോണിറ്റൈസേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന് സ്ട്രൈക്ക് കിട്ടി. അപ്പം എൻ്റെ വിചാരം അത് എന്താണ് കാരണം, അപ്പോൾ അറിയുന്നവരോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ലോങ് വീഡിയോയിൻ്റെ ഇത് ഷോർട്ടിൽ വന്നിട്ടുണ്ട്, അതായിരിക്കും ചേച്ചി പ്രശ്നം എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാനതൊക്കെ ചെക്ക് ചെയ്തപ്പം ഒരുമാതിരി ഇതുള്ള എല്ലാ വീഡിയോയും ഞാൻ കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും അവർ തന്ന ഡേറ്റിന് നമ്മൾ റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് വരുന്നു, റീയൂസ്ഡ് കണ്ടൻറ്റ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരായിരുന്നപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെയും റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടിയപ്പം നമ്മളെന്താ പറയുക, മാനസികമായിട്ട് ആകെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഒരു യൂട്യൂബ് ചാനൽ നമുക്കുണ്ടെങ്കിൽ ഇന്നലെ നാളെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുമെന്നുള്ള ഇതിനാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. അപ്പം ഈ പ്രശ്നം വന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിനോടൊരു ചടപ്പ് തോന്നി. പിന്നെയും ഒരു 3-4 മാസം കാത്തിരിക്കണം, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫാമിലി പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതെല്ലാമായി. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആലോചിച്ചു. അപ്പോൾ അവർ തന്ന ഡേറ്റ് നമ്മുടെ ജനുവരി 8 ആയിരുന്നു. അന്ന് ഞാൻ അരിപ്പേന്ന് എന്ന് പറഞ്ഞ പോലെ അരിച്ച് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മില്യൺ ഉള്ള എൻ്റെ ഒരു ഷോട്ട്, അത് നമ്മുടെ ഷോട്ടിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് 1 മില്യൺ കിട്ടുന്നത്. അതുവരെ കളയേണ്ടി വന്നു. പക്ഷേ ആ വീഡിയോ ഞാൻ അനധികൃതമായിട്ട് ആരുടെയും വീഡിയോ എടുത്തതല്ല. നമ്മൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ഞാൻ അതിൻ്റെ നമ്പർ തപ്പി പിടിച്ച്, ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ആണ്, ആ ക്ഷേത്രത്തിൽ വിളിച്ച് അതിൻ്റെ ഭാരവാഹികളോട് സംസാരിച്ച് അവരുടെ അനുവാദത്തോടു കൂടി നമ്മൾ ഇട്ടതാണ്. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ ഇവിടെ കണ്ടുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ട് ഒരു കന്നഡ ചാനലിൽ ആ വീഡിയോ വരുന്നു. അപ്പോൾ എന്നോട് കുട്ടികൾ പറഞ്ഞു, അമ്മ അതേ നമ്മളിട്ട വീഡിയോ അതേ ഈ കന്നഡ ചാനലിൽ വരുന്നതെന്ന്. അന്നേരം പിന്നെ പെട്ടെന്ന് അവൻ്റെ തൊട്ടി കേട്ടോ അവിടെ കെട്ടിയിട്ടേക്കണേ, മോൻ്റെ തൊട്ടി കേട്ടോ അവിടെ തൂങ്ങിക്കിടക്കുന്നത്, ആരും അന്തം വിടേണ്ടത് എന്താ സാധനം എന്ന് ഓർത്ത്. അപ്പോൾ ആ കന്നഡ ചാനലിൽ ഇത് വന്നപ്പം എനിക്ക് തോന്നി അങ്ങനെ ഇനിയിപ്പോൾ അതാണോ എന്താണെന്നറിയത്തില്ല, നമുക്ക് ഇനിയിപ്പോൾ ആ വീഡിയോൻ്റെ ആണോ എന്താണെന്നറിയില്ല. പിന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടി. കാത്തിരുന്ന് നമ്മൾ മിഞ്ഞാന്ന് അത് കൊടുത്തു. എന്തായാലും പുള്ളി നമ്മുടെ ചാനൽ മോണിറ്റൈസായി. എത്ര നമ്മളൊരു സിവിൽ സർവീസ് MBBS അങ്ങനെയൊക്കെയുള്ള പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ, ആ പരീക്ഷയൊക്കെ നമ്മൾ എഴുതിയിട്ട് അതിൽ നമുക്ക് വിജയിക്കുക, അതേ നല്ല ഇതോടുകൂടി വിജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസായപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിലെനിക്ക് എല്ലാവിധ സപ്പോർട്ടും തുടക്കം തൊട്ട് ഇതിന് തന്നത്, ചാനലിനെ പറ്റി എനിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബശ്രീയിൽ എനിക്കിതിൻ്റെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ കുടുംബശ്രീയിലുള്ള ഒരു കുട്ടി, അവളുടെ ഹസ്ബൻഡ്, ആ കുട്ടിയാണ് എനിക്ക് എഡിറ്റിങ്ങിൻ്റെ എല്ലാ ഇതും പറഞ്ഞു തന്നത്. ഇൻഷോട്ടിൽ കയറി എഡിറ്റിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഇതേപ്പറ്റി എനിക്ക് സമീപിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞ ചേച്ചി എഡിറ്റിങ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയാണ് എഡിറ്റിങ് പറഞ്ഞു തന്നത്. അങ്ങനെ അതിൻ്റെ ചെറിയത്, അതായത് ABCD മാത്രം ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനത് ചെയ്ത് നോക്കും. ചെയ്ത് ഞാൻ ആ എഡിറ്റിങ് പഠിച്ചു. അത് കഴിഞ്ഞേച്ചും പിന്നെ ഇത് 4000 വാച്ച് അവറും പിന്നെ 1000 സബ്സ്ക്രൈബറുമാണ് നമുക്ക് ഫസ്റ്റ് ക്രൈറ്റീരിയ തന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, എന്നാലും ഒന്നുകൂടെ പറയുവാണ്, വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പം ആ ക്രൈറ്റീരിയ നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളൊരു അറിവിലേക്ക് ഞാൻ പറയുവാണ്, നമ്മൾ ഇതിലിറങ്ങുവാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് മനസ്സ് ഇല്ല. അതേപോലെ ഒരു ചെറിയ ഇതിൽ നമ്മൾ തളരുവാണെങ്കിൽ ഈ യൂട്യൂബ് കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ അടച്ചു കൂട്ടിയൊരു ഭാഗത്ത് നിൽക്കും. ഒരുപാട് തളർന്നു പോകേണ്ട അവസരങ്ങൾ, അതുപോലെ ഒരുപാട് കളിയാക്കലുകൾ, അങ്ങനെയുള്ള ഒത്തിരി കളിയാക്കലുകളൊന്നും നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാലും അങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ അതിലേക്ക് തളർന്നു പോകാതെ നമ്മൾ മുന്നോട്ട് പോകണം. ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലിക്കെട്ടിയാണ്. എന്ത് കേട്ടാലും നെവർ മൈൻഡ് ആയിട്ടിരിക്കുക. അപ്പോൾ
അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ ഇതായി പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ അറിയുന്ന ആരും നമ്മളെ നെഗറ്റീവ് ഇടുവോ അല്ലെങ്കിൽ നമ്മളെ പുച്ഛിക്കുകയോ ഒന്നുമില്ല, അവർക്കറിയാലോ. പിന്നെ എനിക്കിതിൽ വന്നേക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ നാട്ടിലുള്ളവരൊന്നും അല്ല, അധികം അപ്പുറത്തുനിന്നുള്ളവരൊക്കെ തന്നെയാണ്. എല്ലാവരോടും എന്താ പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ്. നിങ്ങളാണ് ഇവിടം വരെ എത്തിച്ചത്. പിന്നെ ഇതിന് വേണ്ട ഇത് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പം നമ്മളൊരു ചെറിയ സർവീസ് ചാർജ് കൊടുത്തിട്ട് എല്ലാവരിലും എത്രയാണ് വാങ്ങുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. കുറഞ്ഞ സർവീസ് ചാർജ് കൊടുത്ത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനോടും പിന്നെ ചിമ്പൻ ചാനലിലെ രജിനാണ് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ, ഞങ്ങളുടെ നൈബറാണ്, പക്ഷെ അങ്ങനെ ഒരു കുട്ടിയുണ്ട്, അങ്ങനെ ഒരു ചാനലുണ്ടെന്നും എനിക്കറിയത്തുണ്ടായിരുന്നില്ല. വന്നിട്ട് എന്നോട് ആദ്യമായിട്ട് ചാനലിൻ്റെ കാര്യങ്ങളും ഇവിടെ വന്ന് ഇരുന്ന് ഇതിന് വേണ്ട എല്ലാ ഇതും ചെയ്ത് തന്നത്. എനിക്കൊന്നും അറിയില്ല. അലവൻപടിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ നമ്മൾ പഠിക്കാൻ. നമ്മൾ YT സ്റ്റുഡിയോ അങ്ങനെ ഒന്നും ഞാൻ ഇടുന്ന ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലോങ് വീഡിയോ ഇടുന്നത് ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ ആകെ. അങ്ങനെയൊക്കെ ആരെങ്കിലും കാണുമോ നമ്മുടെ വീഡിയോ? ആകെ അത്രേ ഉള്ളൂ സ്ക്രീൻ, അങ്ങനെയൊക്കെ ഇടാനേ അറിയത്തുള്ളൂ. അതിൻ്റെ പിന്നെ സൈസ് എത്രയാണ്, അത് എത്ര ഇതിൽ പോകണം ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. അതെല്ലാം എനിക്ക് പറഞ്ഞു തന്ന ചേച്ചിയാണ്. പിന്നെ J4 ടെക്കിലെ ജിജോ, ആ കുട്ടിയാണ് ഇതിന് വേണ്ട നമുക്കെല്ലാം ഇതിനും വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z നമുക്ക് മോണിറ്റൈസ് എല്ലാം ചെയ്തു തന്ന ആ കുട്ടിയാണ്. അതേപോലെ ഇതിന് വേണ്ട സാമ്പത്തിക സഹായം നമ്മൾ തുടക്കം തൊട്ടിട്ട് പിന്നെ ഇതിനിറങ്ങി തിരിച്ചപ്പോൾ പുറത്തുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പൈസ നമ്മൾ ഓട്ടോ വിളിക്കേണ്ടി വരും, ബസ്സിന് പോകേണ്ടി വരും. അങ്ങേയറ്റം ഇവിടെ നിന്ന് മേപ്പാടി വരെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് നല്ല ഇതുണ്ട്. മാനന്തവാടി, മേപ്പാടി, അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഞാൻ പോയി ചെയ്തേക്കണ, കൊട്ടിയൂർ. അപ്പം അതിന് വേണ്ട സാമ്പത്തിക സഹായങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നത് എൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് നിന്ന് എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും. അവരുടെ ഫുള്ള് സപ്പോർട്ടാണ്. നമ്മുടെ വീട്ടിൽ അവരുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതായി പോകാൻ പറ്റില്ല. പിന്നെ എൻ്റെ മുന്നിൽ അവർ കുറച്ച് അഭിനയിക്കും, ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അമ്മേൻ്റെ ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ ഇതാക്കും. പക്ഷേ അവർ സൈഡിൽ നിന്നിട്ട് എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് തന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള. പിന്നെ ഇതിനുള്ള കുറച്ച് പൈസയുടെ അത്യാവശ്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നെ സഹായിച്ചത്. അവൾ അതുപോലെ ഇതിൻ്റെ മൈക്ക് കാര്യങ്ങൾ ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു പൈസ നമുക്കായിട്ടുണ്ട്. അതെല്ലാം കുടുംബശ്രീയിൽ നിന്ന് നമുക്കവർ ലോണായിട്ട് അനുവദിച്ചത്. അങ്ങനെ ഇതിൻ്റെ പുറകിൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷയത്തിലേക്ക് വരേണ്ടത് നമ്മുടെ മോണിറ്റൈസ് എങ്ങനെ ആകാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ഇതിൽ ചെയ്തെന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് ഇത് കൊടുത്തപ്പോൾ ശരിയായില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ നോക്കണം. റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ടുണ്ടോ, വേറുള്ളവരുടെ പാട്ടുകളൊന്നും, അത് പിന്നെ ആദ്യം തന്നെ കോപ്പിറൈറ്റ് കാട്ടും കേട്ടോ. എനിക്ക് ആദ്യത്തെ വീഡിയോയിൽ കോപ്പിറൈറ്റ് കിട്ടിയ ആളാണ്. എനിക്കിത് എന്താണെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം കോപ്പിറൈറ്റ് നമുക്ക് കളയാം, അത് മ്യൂട്ടാക്കി വെച്ചാൽ മതി. അതിന് വലിയ പ്രശ്നം നമ്മുടെ ചാനലിനെ അത് ബാധിക്കുന്നില്ല. സ്ട്രൈക്കുകളാണ് നമ്മുടെ ചാനലിനെ ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ അതേപോലെ അതിൽ നിന്നൊരു പാർട്ട് എടുത്തിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നമ്മുടെ ചാനലിനെ 100% ബാധിക്കും. അപ്പം അങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും ചാനലിലുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യണം. അതൊക്കെ ഡിലീറ്റ് ചെയ്തും പ്രൈവറ്റാക്കി വെക്കരുത് കേട്ടോ. പ്രൈവറ്റാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഡിലീറ്റ് ചെയ്യണം. അത് ഡിലീറ്റ് ചെയ്യുന്നത് ഇന്നൊരു വീഡിയോ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ പിന്നെ അത് ഇന്ന് 2-3 നമ്മുടെ ചാനൽ ഫ്രീസായി പോകും. നാളെ ചെയ്യണം. അങ്ങനെ ഇവരൊരു ടൈം നമുക്കത് കൊടുത്തു കഴിയുമ്പോൾ അതിന് മുന്നേ ഇത് മോണിറ്റൈസേഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് കണ്ടത് ഒക്കെ ഒരു 2-3 ഇതിൽ ഒരേപോലത്തെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക. അറിയത്തില്ലേ, 1 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ 1 മില്യണൊക്കെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്വപ്ന തുല്യമായൊരിതായിരുന്നു. അതാണ് ഞാൻ കരഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അതെൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കപ്പം മോണിറ്റൈസ് ആവണമെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ഫാമിലി ആവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം എനിക്ക് പറയേണ്ട കാര്യം, നമ്മൾ തളരാതെ മടുക്കാതെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ പുറത്ത് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. മോൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെയാണ്, അവൻ്റെ കാര്യങ്ങളും അറിയാമല്ലോ. ഒരു വയസ്സായ കുഞ്ഞിനെയും കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ഒരുപാടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഷോർട്ടുകൾ ഞാൻ കഴിവിൻ്റെ പരമാവധി, അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഒന്നും കാര്യമായിട്ട് കിട്ടാനില്ല കേട്ടോ. നമ്മൾ ലോങ് വീഡിയോ എന്നൊക്കെ എന്തെങ്കിലും ഇട്ടാൽ തന്നെയാണ്, നമ്മുടെ ഒന്നും വീഡിയോ അധികം ആരും കാണുന്നൊന്നുമില്ല. പക്ഷേ ഷോർട്ടുകൾ ഞാൻ മുടങ്ങാതെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഇതിൽ ഞാൻ കളിയാക്കലുകൾ ഞാൻ കേട്ടിട്ടില്ല.
രഹസ്യമായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഈ പ്രായത്തിൽ ഇവൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ എനിക്ക് മടിയില്ല. പിന്നെ അത് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബർ ആരും എനിക്കൊരു കമൻ്റായിട്ട് ഇട്ടിട്ടില്ല എന്താണ് ഏതാണെന്ന്. പിന്നെ അതുപോലെ എൻ്റെ ഫാമിലി ആണെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. അന്നേരം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ. നമ്മൾ ആദ്യം തന്നെ ഇത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ വീഡിയോയും ചെക്ക് ചെയ്യണം. ചിലപ്പോൾ 200, 400 വീഡിയോ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ചെക്ക് ചെയ്യണം. എനിക്ക് എത്ര വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല സത്യം. ആ ചൂരൽമലയിൽ എൻ്റെ ആങ്ങള അവിടെ നിട്ട് തരുന്ന വീഡിയോ എടുത്ത് ഞാൻ ഇതിലിട്ട് അതുപോലും നമുക്ക് ഇതില്ല. വേറൊരാളുടെ മൊബൈലിൽ എടുത്തിട്ട് നമ്മൾ ഇടുന്നതൊന്നും അങ്ങനെ ഇടുന്നുണ്ടായിരിക്കും ആൾക്കാർ. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവം അതുപോലെ നമുക്ക് ഇതല്ല. അതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഈ കഴിഞ്ഞ നവംബർ വന്നപ്പോഴത്തേനും നമുക്കൊരു വർഷമായിരുന്നു. അതായത് 2023 നവംബറിൽ തുടങ്ങി 2024 നവംബർ വന്നപ്പോൾ നമുക്കൊരു വർഷമായിരുന്നു നമ്മുടെ ചാനൽ. അപ്പം ആ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാച്ച് അവർ കുറയും. അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ എനിക്കൊരു 35K ഉള്ള വീഡിയോയിൽ നിന്നൊക്കെ എൻ്റെ വാച്ച് അവർ എങ്ങനെയായാലും ഒരു 1000 ഒക്കെ ഉണ്ടാവുമായിരിക്കും ഒരു വാച്ച് അവർ. അതൊക്കെ ഇങ്ങ് കുറഞ്ഞു പോയപ്പോഴത്തേക്കും ഞാൻ നെഞ്ഞത്ത് കൈ വെച്ച് എൻ്റെ ദൈവമേ ഷോർട്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ലോങ് വീഡിയോ ഇടുന്നില്ല. എൻ്റെ വാച്ച് അവർ അവിടെ കാണുമോ? അതോ ഇനിയിപ്പോൾ ഇത് തന്നു കഴിഞ്ഞ് ഇവർ വാച്ച് അവർ ഇല്ലാതെ തികച്ചിട്ട് വരാൻ പറയുമോയെന്ന്. ഈശ്വരാ, പ്രാർത്ഥനയും കഷ്ടപ്പാടും എല്ലാം അങ്ങനെ അത് ആയിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും നിങ്ങളുടെയൊക്കെ കയ്യിലാണ്. നമ്മളിടുന്ന ഓരോ വീഡിയോയും ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ പറയുന്നത്. നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. കോളേരി ഡയറീസ് എന്ന് പറഞ്ഞൊരു ചാനൽ അധികം ആരിലേക്കും എത്തിപ്പെടാത്തൊരു ചാനലാണ്. ഇതൊക്കെ കണ്ടിട്ട് വേണം. ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്കിതായെന്ന് അറിയത്തില്ല. ഇപ്പോഴും ഞാൻ ശരിക്കും വീഡിയോൻ്റെ മുന്നിൽ നിന്ന് ഓൺ ബേസ് വീഡിയോ ഇടാനൊന്നും ഒരു ഇതായിട്ടില്ല. പിന്നെ ലൈവൊക്കെ പോകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് ഇരുന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പം എല്ലാവരുടെയും സഹായ സഹകരണമൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതിലേക്ക് വരുന്ന പുതിയ കുട്ടികൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ടു. ഡെയിലി വീഡിയോ ഇടാൻ എന്നെപ്പോലൊന്നും അസൗകര്യമുള്ളവരായിരിക്കില്ല. എല്ലാവരും ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ നോക്കിയാൽ മതി. ഷോർട്ട് വന്നിട്ടുണ്ടോ ലോങ് വീഡിയോയിൽ, അതേപോലെ മറ്റുള്ളവരുടെ പാട്ടുകൾ, അതുപോലെ മറ്റുള്ളവരുടെ ഇതൊക്കെ നമ്മൾ അനുകരിച്ച് സിനിമയിലെ ഭാഗങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ അതൊന്നും നമുക്ക് അർഹതയില്ല ചെയ്യാൻ. പിന്നെ ഞാൻ വായ്പാട്ട് പോലെ, അതായത് ഞാൻ ഈ ഇൻ്റർവ്യൂസൊക്കെ ചെയ്ത കുറേ ഗായകരുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി 4 ലൈൻ പാട്ടൊക്കെ പാടി. അതിനൊന്നും എനിക്ക് പ്രശ്നം വന്നില്ല. അതിപ്പോൾ റീസെൻ്റ്ലി ഉള്ള വീഡിയോയിൽ വരെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒന്നും പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഒരു 12 മിനിറ്റ് 13 മിനിറ്റിൻ്റെ അടുത്തായി. ഇതുവരെ എന്നെ കേട്ടിരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾ ചോദിക്കണം. എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. റീയൂസ്ഡ് കണ്ടൻറ്റ് വരാതെ കൂടുതൽ നോക്കുക. ഒരു മാസം ആവേണ്ട സാധനം പിന്നെ നമ്മൾ 3 മാസം 6 മാസം വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വാച്ച് അവറൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കഷ്ടപ്പാട്. എന്തേലും കാട്ടിക്കൂട്ടി അവൾ ഇടുവല്ല. അതിൻ്റെ പുറകിൽ ഒത്തിരി എഫോർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ എഡിറ്റിങ്, നമ്മുടെ വീട്ടിലെ കാര്യം, വീട്ടുകാർ പറയുന്ന വീട്ടിലെല്ലാ ഇതും മാറ്റി വെച്ചിട്ട് സമയമുണ്ടെങ്കിൽ മാത്രമേ, ആ ഒരിതാണ് വീട്ടിലുള്ളവരുടെ ഇത്. ഫുള്ള് സപ്പോർട്ടെന്ന് നമ്മൾ പറയും. പക്ഷേ അവരുടേത് ഒന്നും മാറ്റി വെച്ചിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് സമയം തരുന്നില്ല. അതാണ് നമ്മളിതെല്ലാം ഒതുക്കി പിടിച്ച് ഒരുക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ കിടന്ന് ഉറങ്ങേണ്ട സമയമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്നത്. അതായത് ഒരു റൂമിൽ കയറി ആരും കാണാതെ ഇതാക്കി ലൈറ്റും ഒക്കെ സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ വേറൊരാളായിട്ട് നിന്നിട്ട് ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് അല്ലാതെ അവിടെ വീട്ടിലിപ്പോൾ കഞ്ഞി അടുപ്പത്തിട്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് ചായ കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കാതെ നമ്മൾ വീഡിയോ ചെയ്തവർ ആരും സമ്മതിക്കൊന്നുമില്ല. അതൊക്കെ വേറെ കാര്യം. നമ്മളിങ്ങനെ പറയുമ്പോൾ പറയും എല്ലാവരും പൂർണ്ണമായിട്ട് സപ്പോർട്ടാണ്. പക്ഷേ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്ന സപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഏതൊരു സ്ത്രീയും ഇതിൻ്റെ പുറകിലുള്ളവർ എല്ലാവരും ചെയ്യുന്ന ഒരു ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് മുന്നോട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എന്നെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ കോളേരിക്കും അതേപോലെ എൻ്റെ കോളേരി ഡയറീസിനെ 4 ആളെ അറിയിക്കാൻ, എൻ്റെ കൊച്ചു ഗ്രാമത്തിനെ 4 ആളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഈ ഒരു അവസരം